അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയുണ്ട് ചങ്കാള വിശേഷങ്ങളൊക്കെ? സുഖല്ല, റാഹത്തല്ലേ? ചങ്കള ഒരു ജോബ് വേക്കൻസി ഉണ്ട് സൗദി അറേബ്യയിൽ, റിയാദിലേക്കാണ് കേട്ടോ. കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ നമ്മൾ 4 വിസ ഫ്രീ ഉണ്ട്, പിന്നെ മറ്റുള്ള വേക്കൻസികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് ഡ്രൈവർ വേക്കൻസിക്ക് ഞാൻ 20 ആളെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന്മാർ 10 വർഷം 15 വർഷം എക്സ്പീരിയൻസ് ഇല്ല, നാട്ടിലില്ല അടിപൊളി ചെക്കന്മാരുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി ആളുകൾ കോൺടാക്ട് ചെയ്തുകൊള്ളു. ഞാനൊരു 15ഓളം പേർക്ക് അവരെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ കൊടുത്ത ആൾക്കാരൊക്കെ ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി കണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. നമ്പർ തന്നുകൊള്ളൊന്ന്. ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കണവർക്ക് നമ്പർ കൊടുക്കണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ആളുകളെ നമ്പർ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഏതായാലും നമ്മളിതിൽ ജോബ് വേക്കൻസിയാണ്, അതിനായിട്ട് സെപ്പറേറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ജോബ് തരുന്ന ആളുകൾക്ക് പറഞ്ഞാൽ അവരെ പേഴ്സണൽ നമ്പറൊക്കെ അറിയി തരുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായി കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ഗ്ലാസ് സ്റ്റിക്കറിൻ്റെ ഇതിൻ്റെ ഒക്കെ വർക്കിന് ഇഷ്ടംമാതിരി ആളുകൾ നാട്ടിലുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഈ ഒരു വിസ ഞാൻ പോസ്റ്റ് ചെയ്ത ടൈമിൽ ഒരുപാട് കോൺടാക്റ്റ് വന്നിക്കണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് വേക്കൻസികൾ ഇലക്ട്രീഷ്യന്മാരാണ്ട് എന്ത് വേക്കൻസികൾ ഉണ്ടെങ്കിലും ഞാൻ ഈ ജോബ് വേക്കൻസിൻ്റെ നമ്പർ പറയുന്നുണ്ട്, അതിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേക്കൻസി ഉള്ളത് സൗദി അറേബ്യയിൽ റിയാദിലേക്കാണ്. റിയാദിൽ ഒലയിലാണ് ലൊക്കേഷൻ ഉള്ളത്. സൂപ്പർ മാർക്കറ്റിൽ ചെറിയ ബക്കാലയാണ്. അപ്പോൾ ബക്കാലയിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല ആരെങ്കിലും സൗദി അറേബ്യയിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും സൗദി അറേബ്യയിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് വേക്കൻസി ഉള്ളത്. മിനിമം 2-3 വർഷമെങ്കിലും ബക്കാലയിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ അവർ ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 40 വയസ്സാണ്. 40 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ തെനാസിൽ കൊടുക്കേണ്ടവർക്ക് തെനാസിൽ കൊടുക്കുക. ഇനി പുറത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ടവർക്ക് പുറത്ത് നിന്നുകൊണ്ട് ചെയ്യുക. അതൊന്നും കുഴപ്പമില്ല. ഒരു അവറേജ് സാലറി ഉണ്ട്. ഓക്കെ, പറ്റ ലോ അല്ല നൈയല്ല, ഒരു അവറേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ നമ്പർ 9895331557 9895 331 557. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. രണ്ടാമത്തെ വേക്കൻസി ഉള്ളത് ഖത്തറിലേക്കാണ്. അത് നാട്ടിലുള്ള ആളുകൾക്കാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പായിട്ട് ഇന്നെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ആളുകൾ മെസ്സേജ് വിട്ടിട്ട്. നമ്മൾ ഒരു 4-5 ദിവസം മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതെല്ലാം വേക്കൻറ്റുകൾക്കാണ് സൗദി അറേബ്യയിൽ കൂടുതൽ ഒഴിവുകൾ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു, ഷഫീഖ് ഭായി വിസ എടുത്ത് പോരാ, അല്ല ക്യാഷ് ഞങ്ങളുടെ അടുത്തില്ല വിസക്ക് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിലൊന്ന് പറയാം. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. നിങ്ങൾ വീഡിയോയിലൊന്ന് പറയണം. ഏജൻറ്റ് പരമായിട്ടല്ലാതെ ഡയറക്റ്റ് നിങ്ങളായിട്ട് ഹോട്ടൽ മുതലാളിമാർ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇന്ന വേക്കൻസിക്ക് ആളുവാണെന്ന് ചോദിക്കുമ്പോൾ, പക്ഷേ എനിക്ക് ഇവരായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം കോൺടാക്ട് നമ്മൾ സേവ്ഡ് ആണെങ്കിലും പക്ഷേ നമ്മളെ വീഡിയോയിലേ പറയാൻ കഴിയുള്ളൂ. കാരണം അത്യാവശ്യം കോൺടാക്ട് ഇന്നലെ മിനിഞ്ഞാന്ന് നാലാന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമ്പർ സേവ് ചെയ്യാൻ പറയും. ഞാൻ നമ്പർ സേവ് ചെയ്തേക്കും. ഇപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ CV അയക്കണോ, ഇന്ന വേക്കൻസി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെന്ന് പറയണോ, ഏത് വേക്കൻസി ഉണ്ടെങ്കിലും ഞാൻ വീഡിയോസിൽ പറയും. അല്ലെങ്കിൽ ഇന്ന ജോബ് വേക്കൻസി വീഡിയോ ചെയ്യുന്ന സ്റ്റാറ്റസിൽ ഞാൻ പറയും. ആരെങ്കിലും ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഇപ്പോൾ ഈ ജോബ് വേക്കൻറ്റിനൊക്കെ ആളുകളെ തരുന്ന ആളുകൾ നാട്ടിൽ നിന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഹോട്ടലിലെ പണ്ടാരി ആവട്ടെ, പൊറോട്ട മേക്കർ ആവട്ടെ, പിസ്സ, അതുപോലെ തന്നെ ഷവർമ മേക്കർ, ജ്യൂസ് മേക്കർ. ഇപ്പോൾ ഇതാക്കണോ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചോളൂ, ഷെഫീഖാൻ ഞാൻ ജ്യൂസ് മേക്കറാണ്, നിങ്ങൾ ഏതെങ്കിലും വിസ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വെച്ചാൽ പറയുന്നതാണ്. അതിൻ്റെ മുമ്പ് ഇന്നലെ മെസ്സേജ് അയച്ചത് അയാൾക്ക് ഷവർമൻ്റെ എല്ലാം പണി അറിയും, കേരള കുക്കുമാണ്, അത്ര ഫുഡും കുക്ക് ചെയ്യാനറിയും, വാടക വീട്ടിലാണ്, അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കാണ്ട് മുന്നോട്ട് നീങ്ങിയിരുന്ന ഒരാളാണ്. 3000 രൂപ ശമ്പളം, പെട്ടെന്ന് സൗദി എക്സിറ്റ് അടിച്ചണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വിസ കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഡയറക്റ്റ് അവർക്ക് വിസ കൊടുത്തിട്ട് അത് നിങ്ങൾ തമ്മിൽ തന്നെ ഡയറക്റ്റ് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അവരെ കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ വേക്കൻസി ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നെ പറയാൻ ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രോസ്റ്റ് മുല്യമൊക്കെ ഇഷ്ടമാതിരി നാട്ടിലുണ്ട്. അവർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വരാം വിസ കൊടുക്കുകയാണെങ്കിൽ. അത് അവർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോളി. ഇപ്പം പിന്നെ പഴയമാരൊന്നുമല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് വിസ ഇറക്കിയിട്ട് വിസ കൊടുത്തേണ്ട ആളെ കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ വേക്കൻസി ഉള്ളത് ഖത്തറിലേക്കാണ്. നിങ്ങൾക്ക് ആടിനെ ഫുള്ളായിട്ട് പുഴുങ്ങാൻ അറിയോ, മന്തി അങ്ങനെ എന്തൊക്കെ പറയും, അങ്ങനത്തെ വർക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് വേക്കൻസി ഉള്ളത്. മജ്ലിസിലേക്ക് ആട് പുഴുങ്ങി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതിന് ടിപ്പും കാര്യങ്ങൾക്കൊന്നൊക്കെ കുഴപ്പമില്ലാതെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാലറിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു ചിലവ് വരും ഇൻഷാ അല്ലാഹ്. ബാക്കി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കയറിയാൽ മതി എന്ന് സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും കേട്ടോ. ഇനി ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾ ശരിക്കും കേട്ടോളൂ കേട്ടോ. കഴിയണത് നിങ്ങൾ ഈ വീഡിയോ കഴിയണതൊക്കെ ഷെയർ ചെയ്ത് വിട്ടുകൊടുത്തോളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാവങ്ങളാരും പോയി ലോക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും ഉണ്ടായിട്ട് പറയല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ആളുകളോടൊക്കെ വെറും പുച്ഛമായിട്ട് തോന്നുക. കാരണം നമ്പറിന് സെൻഡാക്കി തരും. എന്നിട്ട് പറയും ഷെഫീഖ് ഭായ് ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇയാൾ സൗദിയിൽ എവിടെ ജോലി, നിങ്ങളൊന്ന് മെസ്സേജ് അയക്കും, നിങ്ങളൊന്ന് വിളിച്ചു നോക്കുമോ, ഇയാൾ നാട്ടിലെവിടെ വീട്, ഇതെന്താ സംഭവം ചോദിക്കണ അറിയോ? ക്യാഷ് കൊടുത്തിട്ട് ലോക്ക് അയക്കുക. ഒരു 3-4 റുപ്യ ശമ്പളം ഉണ്ട്, 1000 റുപ്യ ശമ്പളം ഉണ്ടെന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ എനിക്ക് ഇങ്ങനെ അഡ്വാൻസ് കൊടുന്നേരകരം, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടേരകരം. അന്വേഷിക്കാനോ പിടിക്കാനൊന്നുമില്ലേ ഈ ഒരു കാലഘട്ടത്തിൽ? നിങ്ങളെ റിലേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ അയൽവാസി ഒരു ആളും സൗദിയിൽ പോയിട്ട് എക്സ്പീരിയൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്യാവശ്യം അറിയുന്ന ആരുമില്ലേ? ഇതാരും അറിയാതെ നിങ്ങൾക്കത് നേടണം എന്ന് എഴുതിയിട്ട് നിങ്ങൾ ചെയ്യണ പരിപാടിക്ക് നിങ്ങൾ ലോക്കാവുക ചെയ്യാം. ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം ഞാനൊരു കാർ എടുക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ പറയട്ടോ. ഞാൻ എൻ്റെ തുണക്കാരോടൊക്കെ ചോദിച്ചു, അഷറഫ്ക്ക, ഷമീർക്ക് അങ്ങനെ സംഭവം ഉണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. കാരണം ഞാനത് സെയിൽ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ വണ്ടി ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ എടുത്തു കൊടുക്കുന്ന ആളാണ്. പക്ഷെ അത് ചോദിക്കണം എന്തിനറിയോ? നമുക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പറഞ്ഞു തരും. അല്ലെങ്കിൽ നമ്മൾ വലിയ ആളായിട്ട് പോയിട്ട് എടുത്തിട്ടാണ് ലോക്കായി കൊടുങ്ങല്ല. അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഇതിന് പോയി പെട്ട് കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടൊരു കാര്യമല്ല. ഇങ്ങനത്തെ മെസ്സേജ് വരാത്ത ദിവസങ്ങൾ കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇങ്ങനെ വോയിസിൽ, ഇതിന് മുമ്പേ ഞാനിതൊരു വോയിസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള മെസ്സേജുകൾ ഏകദേശം ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇപ്പം മിനിഞ്ഞാന്നത്തെ ഒരു കാര്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ജിദ്ദയിലൊരു വ്യക്തിയാണ്. ജിദ്ദയിൽ വന്ന് ഇറങ്ങിക്കണു ആൾ 2 മാസത്തോളമായി. ആളൊരു ഫ്രണ്ട്സ് റിയാദിൽ ആളൊരു ഫ്രണ്ട്സായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ജിദ്ദയിൽ ഇറങ്ങിയത് മറ്റാൾ അറിഞ്ഞിട്ടില്ല, അത് കൊടുത്ത ആൾ അറിഞ്ഞിട്ടില്ല. ഈ കൊടുത്ത ആൾ എന്നതിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞിരിക്കണത് അയാൾ 2 കാലും മുറിഞ്ഞിരിക്കുകയാണ്, അയാൾക്ക് വരാൻ പറ്റില്ല, ഞാൻ ക്യാൻസൽ ചെയ്തത്. ഇവനെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടണമില്ല. ഇത് കൊടുത്തോനെ 1-2 റുപ്യാൻ്റെ 8-9 റുപ്യാൻ്റെ കളി കളിച്ച്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇവിടെ വന്നിട്ട് ഇനിയും അത്രയും തുക നമ്മൾ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിയുന്നത് ആളുകൾ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു ജോബ് വേക്കൻസി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.